എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം. മലയാളം ഷോർട്ട് ഹാൻഡിൻ്റെ 3ാമത്തെ ക്ലാസ്സാണിത്. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് ഹാരേഖകൾ എന്നുള്ളതാണ്. കഴിഞ്ഞ 2 ക്ലാസ്സുകൾ കാണാത്തവർ തീർച്ചയായിട്ടും കാണുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ 8-ാം തീയതി സ്റ്റെനോഗ്രാഫറിന് ചോദിച്ച ഒരു ചോദ്യമാണിത്. മലയാളം ഷോർട്ട് ഹാൻഡിൽ ഉൾപ്പെടാത്തത് ഏത്? രേഖ, കീഴ്പോട്ടെഴുതുന്ന ഹാരേഖ, മേൽപോട്ടെഴുതുന്ന ഹാരേഖ, ബിന്ദുഹ അല്ലെങ്കിൽ ഹാ ബിന്ദു. അപ്പോൾ ഹാരേഖ ഒറ്റ ഒന്നല്ല ഉള്ളത്, 3 ടൈപ്പ് ഹാരേഖകളാണുള്ളത്. അപ്പോൾ അത് ഏതൊക്കെയാണ്, അതിൻ്റെ ഓരോന്നിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ് ആ ഹാരേഖകൾ ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ PSC ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. വീഡിയോയിലേക്ക് കടക്കാം. ഹാരേഖകൾ 3 മേൽപോട്ടുള്ള ഹാരേഖ, കീഴ്പോട്ടുള്ള ഹാരേഖ, രേഖ. അപ്പോൾ ഓരോന്നിൻ്റെ ഉപയോഗം എന്താണെന്ന് നമുക്ക് വിശദീകരിച്ച് നോക്കാം. ആദ്യം മേൽപോട്ടുള്ള ഹാരേഖ. കൂടുതലും മേൽപോട്ടുള്ള ഹാരേഖയാണ് ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ ഷോർട്ട് ഹാൻഡിൽ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് മേൽപോട്ടുള്ള ഹാരേഖയാണ്. ഒരു ഉദാഹരണം നോക്കാം. ഹെഡിങ് എന്നുള്ള വാക്ക്, അതിൽ നമ്മൾ ഹാരേഖ എഴുതുന്നത് മേൽപോട്ടുള്ള ഹാരേഖയാണ്. മേൽപോട്ടുള്ള ഹാരേഖ എഴുതി, ഡ രേഖ എഴുതി, ങ രേഖ എഴുതി. എന്നിട്ട് കറക്റ്റ് സ്ഥാനത്ത് നമ്മൾ സ്വരങ്ങൾ അടയാളപ്പെടുത്തി. അതായത് ഹേ എന്ന് പറയുമ്പോൾ 2ാം സ്വരസ്ഥാനത്ത് ഒരു ബിന്ദു അടയാളപ്പെടുത്തി. ഡിങ് എന്നുള്ളതിന് ഡ രേഖ കഴിഞ്ഞിട്ടാണ് 3ാം സ്ഥാനം വരുന്നത്. പക്ഷേ അതവിടെ ങ രേഖ വന്നതുകൊണ്ട് ങ രേഖേൻ്റെ മുമ്പ് 3ാം സ്ഥാനത്ത് ആ ബിന്ദു അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ഹെഡിങ് എന്ന് എഴുതിയത്. അപ്പോൾ കൂടുതലായിട്ടും മേൽപോട്ടുള്ള ഹാരേഖയാണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് കീഴ്പോട്ടുള്ള ഹാരേഖ. കീഴ്പോട്ടുള്ള ഹാരേഖ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് 3 റൂളുകളാണുള്ളത്. ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. ഹാരേഖ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ കീഴ്പോട്ട് എഴുതണം. അതായത് ഹാരേഖ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ കീഴ്പോട്ടാണ് എഴുതേണ്ടത്. ഒരു ഉദാഹരണം നോക്കാം. ഊഹം. അതിൽ ഹാരേഖ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കീഴ്പോട്ടുള്ള ഹാരേഖയാണ് എഴുതിയിട്ടുള്ളത്. അതുപോലെ സ്വരങ്ങളും അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എന്നുള്ള ചിഹ്നത്തിന് നമ്മൾ ഒരു ചെറിയ വൃത്തം ഉപയോഗിച്ചിട്ടാണ് സൂചിപ്പിക്കുന്നത്. അടുത്തത് ഹാരേഖ കഴിഞ്ഞ് ക, ഗ രേഖയിൽ ഏതെങ്കിലും വരികയാണെങ്കിൽ കീഴ്പോട്ട് എഴുതണം. അതായത് ഹാരേഖ കഴിഞ്ഞിട്ട് കായോ ഗായോ ഏതെങ്കിലും രേഖകൾ വരികയാണെങ്കിൽ കീഴ്പോട്ടാണ് എഴുതേണ്ടത്. ഇവിടെ ഒരു ഉദാഹരണം നോക്കാം. ഹേകം. ഹേകം എന്ന് എഴുതിയിട്ടുള്ളത് ഇങ്ങനെയാണ്. കീഴ്പോട്ടുള്ള ഹാരേഖ എഴുതി, ഗ രേഖ എഴുതി. അതിൽ കീഴ്പോട്ടുള്ള ഹാരേഖയുടെ 2ാം സ്വരസ്ഥാനത്ത് ഒരു ബിന്ദു അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഹേ എന്നാകും. ഗം എന്നുള്ളതിന് എന്നുള്ള ചിഹ്നം ഒരു ചെറിയ വൃത്തം 1ാം സ്വരസ്ഥാനത്ത് രേഖപ്പെടുന്നതാണ്. അങ്ങനെ വരുമ്പോൾ ഹേകം എന്നുള്ള വാക്ക് പൂർണ്ണമായി. അടുത്ത റൂളാണ് മേൽപോട്ട് എഴുതുന്ന ലാളാരേഖകൾ, മാരേഖ ഇവ കഴിഞ്ഞു വരുന്ന ഹാരേഖ കീഴ്പോട്ട് എഴുതണം. അതായത് മേൽപോട്ട് എഴുതുന്ന ലാളാരേഖകളും മാരേഖ കഴിഞ്ഞിട്ട് വരുന്ന ഹാരേഖ കീഴ്പോട്ടാണ് എഴുതേണ്ടത്. ഇവിടെ ഉദാഹരണം നോക്കാം. ലോഹ. ലോഹ എന്നുള്ള വാക്കിൽ മേൽപോട്ടുള്ള ലാരേഖയാണ്, അത് കഴിഞ്ഞ് കീഴ്പോട്ടുള്ള ഹാരേഖയാണ് വരുന്നത്. ലോഹം. അവിടെ അങ്ങനെ തന്നെ മേൽപോട്ടുള്ള ലാരേഖ വന്നു, അതിനുശേഷം കീഴ്പോട്ടുള്ള ഹാരേഖ വന്നിട്ടുണ്ട്. മഹതി. മാരേഖ കഴിഞ്ഞിട്ട് കീഴ്പോട്ടുള്ള ഹാരേഖയാണ് വന്നിട്ടുള്ളത്. ഈ എക്സാമ്പിൾസൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് റൂള് കറക്റ്റ് ഓർമ്മയുണ്ടാവും. അടുത്തത് രേഖ. മേൽപോട്ട് എഴുതുന്ന ലാളാരേഖകൾ, മാമ്പ കീഴ്പോട്ട് എഴുതുന്ന ലാറാരേഖകൾ ഇവയ്ക്ക് മുമ്പ് ഹാ കേൾക്കുകയാണെങ്കിൽ രേഖ ഹ എഴുതണം. അത് കീഴ്പോട്ട് എഴുതുന്ന ഹാരേഖയുടെ ഗതിയിൽ തന്നെ ആയിരിക്കണം. അതായത് മേൽപോട്ട് എഴുതുന്ന ലാളാരേഖകൾ, മാമ്പ കീഴ്പോട്ട് എഴുതുന്ന ലാറാരേഖ ഇവയ്ക്ക് മുമ്പ് ഹാ കേൾക്കുകയാണെങ്കിൽ നമ്മൾ രേഖ ഹായാണ് എഴുതുന്നത്. അതായത് ഒരു ചെറിയൊരു ഡാഷ് പോലെയാണ് എഴുതുന്നത്. പക്ഷെ അത് കീഴ്പോട്ട് എഴുതുന്ന ഹാരേഖയുടെ അതേ ഗതിയിൽ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. ഇവിടെ 3 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഹലോ, ഹമാം, ഹെയർ. അതിൽ ഹലോ എന്നുള്ള വാക്ക് എഴുതിയിട്ടുള്ളത് നോക്കാം. ആദ്യം നമ്മൾ രേഖ ഹ എഴുതി, അതിനുശേഷമാണ് ലാ രേഖ എഴുതിയിട്ടുള്ളത്. അതുപോലെ കീഴ്പോട്ടുള്ള രേഖ ഹ എഴുതിയിട്ടാണ് പിന്നെ അടുത്തത് ഹമാം എന്നുള്ള വാക്ക് എഴുതിയിട്ടുള്ളത്. അത് കീഴ്പോട്ട് എഴുതുന്ന ഹാരേഖയുടെ അതേ ഡയറക്ഷനിലാണ് രേഖ ഹ എഴുതിയിട്ടുള്ളത്. ഹമാം എന്ന് എഴുതിയിട്ടുള്ളതും അതുപോലെയാണ്, ഹെയർ എന്ന് എഴുതിയിട്ടുള്ളതും അതുപോലെയാണ്. അപ്പോൾ ഇത്രയാണ് ഹാരേഖയുടെ റൂൾസ്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഷോർട്ട് ഹാൻഡിൽ ഉൾപ്പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി, ബിന്ദുഹയാണ്. ബിന്ദുഹ എന്നുള്ളത് ഇല്ല. അപ്പം മൊത്തം 3 ഹാരേഖകളാണുള്ളത്. രേഖ, കീഴ്പോട്ടെഴുതുന്ന ഹാരേഖ, മേൽപോട്ടെഴുതുന്ന ഹാരേഖ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹലോ എന്ന വാക്ക് എഴുതാൻ ഉപയോഗിക്കുന്ന ഹാരേഖ. അപ്പോൾ ഹലോ എന്നുള്ള വാക്ക് നമ്മൾ പറഞ്ഞു, മേൽപോട്ടുള്ള ആൻസർ രേഖഹായാണ്. മേൽപോട്ട് എഴുതുന്ന ലാരേഖയ്ക്ക് മുമ്പ് നമ്മൾ രേഖഹായാണ് എഴുതുന്നത്. ഹെഡിങ് എന്ന വാക്ക് എഴുതാൻ ഉപയോഗിക്കുന്ന ഹാരേഖ. ആൻസർ ഓപ്ഷൻ ബി, മേൽപോട്ടുള്ള ഹാരേഖ. അതായത് കൂടുതലും മേൽപോട്ടുള്ള ഹാരേഖയാണ് ഉപയോഗിക്കുന്നത് എന്ന റൂളാണ് അത്. ഊഹം എന്ന വാക്ക് എഴുതാൻ ഉപയോഗിക്കുന്ന ഹാരേഖ. ആൻസർ ഓപ്ഷൻ എ, കീഴ്പോട്ടുള്ള ഹാരേഖ. അതായത് ഹാരേഖ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ കീഴ്പോട്ട് എഴുതണം എന്നുള്ള റൂള്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മേൽപോട്ട് എഴുതുന്ന ലാളാരേഖ, മാരേഖ ഇവ കഴിഞ്ഞു വരുന്ന ഹാരേഖ എഴുതേണ്ട വിധം. അത് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതായത് മേൽപോട്ട് എഴുതുന്ന ലാളാരേഖ, മാരേഖ ഇവ കഴിഞ്ഞ് വരുന്ന ഹാരേഖ എഴുതേണ്ട വിധം. അവിടെ ഞാൻ ഫസ്റ്റിൽ പറഞ്ഞപ്പോൾ അതിൻ്റെ ഉദാഹരണം വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോ ക്ലാസ്സുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.